10 വയസ്സ് പറയുമ്പോ അവൾക്ക് 19 കഴിഞ്ഞു. അപ്പൊ പുള്ളിക്ക് 29. അയ്യോ, തന്തവൈബ്. ഇതിനായിരുന്നു കർത്താവെ ഇത്ര നാളും കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഈശ്വര, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നം കാണാനേ നിനക്ക് യോഗമുള്ളൂ ആർച്ചേ. എന്നാലും 10 വയസ്സൊക്കെ നസ്രയും ഫഹദും വേണ്ട, എനിക്ക് കിടക്കണ്ട. 5 വയസ്സൊക്കെ മാക്സിമം, അതിൽ കൂടുതൽ. അയ്യോ, ഇനി അങ്ങനെ ഞാൻ അമ്മാവെന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇന്നത്തോടെ ടീം മസാറോ പിരിച്ചുവിടുവല്ലേ? അല്ലാണ്ട് ഇതുകൊണ്ട് അയൽക്കൂട്ടം കൂടാനൊന്നും പറ്റില്ലല്ലോ. എന്തൊക്കെ ബഹളായിരുന്നു. ടീം മസാറ ഉണ്ടാക്കുന്നു, മിഷൻ ഉണ്ടാക്കുന്നു, ഫേക്ക് ഐഡി ഉണ്ടാക്കുന്നു, ചാറ്റുന്നു, വീട്ടിൽ നുഴഞ്ഞു കയറുന്നു. എന്റെ അമ്മോ, അവസാനം പവനായി ശവമായി. ഞാനിനി ആരെ കെട്ടും? ഈ CID കളിച്ച നേരത്തെ നിനക്ക് എത്ര എണ്ണത്തിനെ വളക്കായിരുന്നു. സത്യം. സാരല്ല ആർച്ചേ, നിന്റെ പ്രണയം മുട്ടിടുന്നതിന് മുമ്പേ വാടിപ്പോയി. എന്താടി ഒരു മ്ലാനത? ഓ, എന്നാ പറയാനാ, എന്റെ ജീവിതം ബ്രോയിലറായി ചേച്ചി. എന്താടി കാര്യം പറ. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനൊക്കെയല്ല എനി ചേച്ചി. എങ്ങനെ? ഒന്നുമില്ലെന്ന് പൊക്കെ കുണു പറഞ്ഞുകൊണ്ട്. അത് ശരി, ഞാൻ ഒന്ന് ചെയ്തിട്ടാ? എന്താ ഇവിടെ? നിന്റെ പെങ്ങടെ കിളി പോയി, അതന്നെ. അതായിരുന്നു ഞാൻ വിചാരിച്ച പുതിയ വല്ലതും ആണെന്ന്. സ്വന്തം പെങ്ങളിവിടെ ചങ്ക് പൊട്ടി നടക്കുക, അതിന്റെ ഇടയിൽ കൂടെ അങ്ങേരുടെ ഒരു പ്രേമം. ഇവിടെ നന്നായോ? ഇന്ന് അനക്കൊന്നുമില്ലല്ലോ. ആർക്കറിയാം, ഞങ്ങൾക്കെല്ലാം അറിയൂ എന്താ ഉണ്ടായെന്ന്. നീ ഒന്ന് ഉഷാറാവച്ചോ. നീ മിണ്ടാതിരുന്നിട്ട് എന്തോ പോലെ. അതിനെന്തേലും മിണ്ടാൻ തോന്നണ്ടേ? സാരല്ലടി, പോട്ടെ, ഞാൻ വീട്ടിൽ പോവാ. എന്നാ ഞാനും വരാം. ഇവളെവിടെ പോവാ? അവള് വീട്ടിൽ പോവാ. തേങ്ങ, അപ്പേട്ടനെ കാണാനായിരിക്കും. രണ്ടിനെ ഇന്ന് ഞാൻ കൊല്ലും. അച്ചു, നീ ഇത്ര സെൽഫിഷ് ആവല്ലേ. ആവും, ഞാൻ ആവും. എനിക്കിനി മേൽകീഴ് നോക്കാനില്ല. ടീ മസാറോ, കം ഫോളോ മീ. നീ ഇതെന്ത് ഭാവിച്ച? കില്ലും ഞാൻ, രണ്ടിനെ ഇന്ന് കില്ലും. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടി. ഒരു കാര്യമില്ല, വാ പോയി നോക്കാം. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, പോയി കൊന്നിട്ട് വാ. നീയല്ലേ നേരത്തെ പറഞ്ഞ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇതൊക്കെ ഒരു ഹരല്ലോ. സോ ക്യൂട്ട്. ഇപ്പൊ അങ്ങനെയായോ? ഓ, നന്നായി ബാ. ജതിനേട്ടൻ, അവളുടെ ഏട്ടൻ തന്നെ. അങ്കിളാണേലും നല്ല ലുക്ക്. ഇവരൊക്കെ അപ്പൊ ഒരു ടീമാ, നീ മാത്രം പുറമ്പോക്ക്. മതി, എനിക്ക് ഇങ്ങനെ തന്നെ മതി. നീ ഇത്ര നേരം ഇതല്ലല്ലോ പറഞ്ഞേ. ആന്ന് തന്ത വൈബ് അമ്മാവൻ എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ. നീ അന്ന് ഫഹദിന്റെയും നസ്രീന്റെയും എന്തോ പറഞ്ഞില്ലേ? അവര് തമ്മില് 11 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ബെസ്റ്റ്. അപ്പൊ ടീം മസാറോ വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. ഇനി ഈ ജിമ്മന്റെ കയ്യിൽ നിന്നും കൂടെ വാങ്ങാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി. എന്താണ് ഒരു സന്തോഷം? എന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോവാണ് എന്റെ അനുചേച്ചി. മറ്റേ സ്വപ്നം? അതെങ്ങനെ? അതൊക്കെ പറയാം, സമയാവട്ടെ. ഓ ആയിക്കോട്ടെ. അപ്പോഴവിടെ അകത്തുണ്ടല്ലോ. ഓക്കെ. ഹലോ മൈ ഡിയർ ബ്രദർ. എന്താണ്? ക്യാഷ് വല്ലതും വേണം? ചേച്ചേ, ഇന്ന് എവിടെയും പോവാനില്ലേ? ഈ നട്ടപ്പാതിരക്കോ? ഓ, അല്ലെങ്കിൽ പോവാത്ത പോലെ. എന്ത്? ഒന്നുമില്ല. അതെ, ഏട്ടനൊരു കല്യാണം കഴിച്ചൂടെ? സത്യം പറ, നിനക്ക് എന്താ അറിയണ്ടേ? അല്ല, ഞാൻ എന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുവായിരുന്നു. അമ്പടി, മര്യാദക്ക് പഠിച്ച ജോലി മേടിച്ചോ? അതൊക്കെ ഞാൻ മേടിച്ചോളാം. പക്ഷേ അപ്പൊ ഒരാളെ കെട്ടണ്ടേ? അതിപ്പോഴേ എന്തിനാ ആലോചിക്കുന്നേ? അല്ല, ജാനുവിന്റെ ഏട്ടനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും. അതെന്താ? അല്ല, അതൊരു സ്വപ്നല്ലേ. ദുഷ്ടൻ, എന്നാലും വാ തുറന്നൊന്നും മൊഴിയില്ല. എന്താടി? ഏയ്, എന്തായാലും എന്റെ സ്വപ്നം പാളിപ്പോയില്ലേ. ആ സ്ഥിതിക്ക് ഇനി ആ കുടുംബത്തിൽ നമുക്കൊരു ബന്ധം വേണ്ട. നിനക്ക്
ഞാൻ വെച്ചിട്ടുണ്ടടാ ഏട്ടൻ പട്ടി. ഇനി ഞാൻ ആ ബുൾഡോസർ എങ്ങനെ വിളിക്കും? ലൈനുണ്ടോ? ആർക്ക്? എനിക്കോ? അല്ല, നിന്റെ ഏട്ടന്. അറിഞ്ഞിട്ടെന്തിനാ? നിന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാനോ? ചുമ്മാ 19 വയസ്സുള്ളതല്ലേ. സോ അല്ല, കല്യാണമൊക്കെ കഴിക്കാനായല്ലോ. അങ്ങേര് കിട്ടിയ തന്നെ. അതെന്താ ഇനി ലവ് ഫെയിലിയർ? ഒരു കുന്തോ ഇല്ല, അങ്ങേർക്ക് അതിനുള്ള ബുദ്ധിയില്ല. ഏ ആ, അതിന് പ്രേമിക്കാനൊന്നും അറിയില്ല, പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോലും അറിയില്ല. ഓ, നീ മിക്ക സമയം ഉണ്ണിയാർച്ചയുടെ കൂടെ ആടുന്നൊരു സംസാരം ഉണ്ടല്ലോ. അത് നീ ഇല്ലാത്തപ്പോ നിനക്ക് പകരം അവളെ ചൊറിയാൻ പോകുന്നതാ. ഓ, അങ്ങനെയാണോ? ആ, ആണ്. എന്താ? ഒന്നുമില്ല. അല്ല, നിന്റെ ഏട്ടന്റെ പേരെന്താ? ജതിൻ. ഏ എന്താടാ? ഏയ്, ഒന്നുമില്ല. നല്ല പേര്. അതിനാണോ ഇത്ര റിയാക്ഷൻ? ഞാനിപ്പോ ആരാ? നീ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഈ പേരും കൊണ്ട് എന്റെ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്. എന്നാൽ ആ ഉണ്ണിയാഴ്ച എന്ത് ചെയ്താ മുരടനെ വളച്ചെടുക്കുന്നു നോക്കാലോ. അതെങ്ങനെ ശരിയാവും? അതന്നെ, ഇതുവരെ ഉള്ളത് ചക്കയിട്ട് മുതല് ചത്തു ലൈനായിരുന്നു. പക്ഷെ ഈ പേര് എങ്ങനെ? അപ്പ അവള് പണി തന്നതാവാനാ ചാൻസ്. അവര് റിലേഷനിലായ സ്ഥിതിക്ക് അപ്പുവേട്ടൻ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ശരിയാ, അതുകൊണ്ട് ആദ്യം അങ്ങേരുടെ പേര് കണ്ടുപിടിക്കണം. യെസ്. കിച്ചുവേട്ടനെ ഹെൽപ്പ് ചെയ്യോ? ചെയ്യും, പക്ഷേ എനിക്ക് അപ്പുവേട്ടന്റെ ഹെൽപ്പ് മതി. നീ ചോദിക്കാൻ പോവാണോ? ചോദിക്കില്ല, പക്ഷെ പറയിപ്പിക്കും. എങ്ങനെ? വഴിയുണ്ട്. എന്താ നിന്റെ പ്ലാൻ? നീ അവളുടെ ഫോൺ അടിച്ചു മാറ്റുമോ? ഓടി, അവളെന്നെ കൊല്ലും. ഓ, നമ്മളിത് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും. പിന്നെന്തിനാ ഫോൺ എടുക്കുന്നേ? കുറച്ചു നേരം അവളെ ആര് വിളിച്ചാലും അവൾക്ക് കോൾ എടുക്കാൻ പറ്റരുത്, അത്രേ വേണ്ടു. നിന്റെ പ്ലാൻ എന്താ? നീ ആദ്യം അവളുടെ ഫോൺ കൊണ്ടുവാ. ഓക്കെ. ഹലോ ഏട്ടാ. എന്താടി, നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? ആ, ഇനിയില്ല. ഏട്ടൻ കൂട്ടാൻ വരുമോ? ഒടുക്കത്തെ വെയില്. ഞാനിവിടെ പിടിപ്പത് പണിയില്ല. നീ ബസ്സിനോ? എന്തുവാ ഏട്ടാ, പ്ലീസ്. ഒന്ന് പോവണേ, ഇല്ലെങ്കിൽ ഓട്ടോയ്ക്ക് വാ, ഞാൻ പൈസ കൊടുത്തോളാം. വേണ്ട, ഏട്ടൻ വന്നാ മതി. ഞാൻ അറിഞ്ഞു ഇന്ന് ഈ ജാനു കാരണം ക്ലാസ് ഉണ്ടാവില്ലെന്ന്. ഉച്ച ആയതുകൊണ്ട് ഓട്ടയൊന്നുമില്ല. ജാനു കാരണോ? ആ, അവള് സീനിയേഴ്സായി ഇഷ്യൂ ഉണ്ടാക്കി ഭയങ്കര സീനായി. എന്നിട്ട് അവള് ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അയ്യോ. ഏ അല്ല, എന്നിട്ടൊന്നുമില്ല. ഞാനെന്നാ ഓട്ടോയ്ക്ക് വരാം, ഏട്ടൻ പൈസ കൊടുത്താ മതി. അല്ലല്ല, ഞാൻ കൂട്ടാൻ വരാം. അയ്യോ, ഏട്ടൻ അവിടെ ഒടുക്കത്തെ ബിസിയല്ലേ, ഞാൻ ഓട്ടോയ്ക്ക് വന്നോളാം. അയ്യോ വേണ്ട, ഇനി ഓട്ടോ എപ്പോ വരും കരുതിട്ടാ, ഞാൻ വരാം. വേണ്ട, ഞാൻ വന്നോളാം. ഹലോ ഹലോ. എന്തൊക്കെയാടി നീ തട്ടിവിട്ടെ? ചുമ്മാ കിടക്കട്ടെ. വാലിമേ തീ പിടിച്ചൊരു സാധനം ഇപ്പൊ വരും. എന്നിട്ട് വരുന്നത് റോഷനാണല്ലോ. ഡി, ഫോൺ കണ്ടാ തിരിച്ചു കൊടുക്കട്ടെ. അവൾ അറിഞ്ഞു മിസ്സായിന്ന്, അവിടെ മൊത്തം തപ്പി നടക്കോ. നിക്ക്, ആയിട്ടില്ല. മൈൻ അപ്പോഴത്തെ നമ്പറാ. നീ എന്താ ഒപ്പിച്ചേ? ഉള്ള കള്ളങ്ങൾ മൊത്തം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ പിന്നെയും വിളിക്കുന്നു. വാ, നമുക്ക് ഗേറ്റിന്റെ അടുത്തേക്ക് പോവാം. നീ ഈ ഫോൺ കയ്യിൽ വെച്ചോ. ഈ പീരീഡ് കഴിഞ്ഞിട്ടേ അവൾക്ക് കൊടുക്കാവൂ. ആ, ഓക്കെ. അതാടി വരുന്നു. എവിടെ? ആര്? അല്ല, സീനിയേഴ്സ്. അവരൊക്കെ ക്ലാസ്സിലുണ്ടാവും. വാ, പോവാ. എന്നാ പോവാ. അല്ല, ഞാനൊന്ന് പ്രിൻസിനെ കണ്ടിട്ട് വരാം. എന്തിന്? അല്ല, പുള്ളി 2-3 വട്ടം വിളിച്ചിട്ട് ഞാൻ വന്നില്ലല്ലോ. പുള്ളി എന്ത് വിചാരിക്കും? പിന്നെ പുള്ളി ആരെ? ഏട്ടന്റെ അമ്മയച്ചനോ? അല്ല, എന്തായാലും വന്നതല്ലേ, നീ നന്നായി പഠിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വരാം. അതിന് കഷ്ടപ്പെട്ട് അവിടെ വരെ പോണ്ട, ഞാൻ തന്നെ പറയാം. ഒരു മാറ്റവും ഇല്ല. എന്നാ ഞാനൊന്ന് മൂത്ര വെച്ചിട്ട് വരാം. ഓ, ഇവിടുന്ന് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും അത് ആവിയായി പോവും. അതാ ആ കടയുടെ സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോക്കോ. ഇവിടുത്തെ ചെക്കന്മാരൊക്കെ അവിടെയാ പോലെ. ഈ ജന്തു സമ്മതിക്കില്ല. എന്താ ഏട്ടാ? അല്ല, ഞാനൊന്നേ ജാനുവിനെ കാണണായിരിക്കും. അല്ല, അവളല്ല. അവളെ ഞാനെന്തിനാ കാണുന്നേ? പിന്നെന്തിനാ 2 വട്ടം അവളുടെ ഫോണിലോട്ട് വിളിച്ചേ? ഞാനോ? എപ്പോ? ഞാൻ ഏട്ടനെ വിളിച്ചതിന് ശേഷം. അതുമല്ല, നമ്പർ മാറി. ഓ, അറിയാതെ വരുന്ന നമ്പറൊക്കെ ഇപ്പോ മൈന്നാണോ എഴുതി കാണിക്കുക? കൂടെ ഒരു ചുണ്ടും ഭൂമിയും ചെടി പേറും. മിണ്ടാപ്പൂച്ച കല ഉടച്ചല്ലേ. അപ്പൊ എങ്ങനാ ഏട്ടാ? നിനക്ക് എന്താണ് ഈ കുട്ടിപ്പിശാശ വേണ്ടേ? ജതിനേട്ടനെ. ഡി, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അങ്ങേർക്ക് എന്നെക്കാളും വയസ്സുണ്ട്. 29 ഞാൻ അറിഞ്ഞു. അതൊരു പ്രശ്നല്ലേ? സാറാ, സ്റ്റാർട്ട്.
ഫഹദും നസ്രയും തമ്മിൽ. അറിയാം പറയണ്ട. അവളുടെ ഏട്ടന്റെ പേരെന്താ? അനന്തു. അനന്തു? ആ കൊള്ളാം. ലൈനില്ലല്ലോ? ഇല്ല. അപ്പൊ സെറ്റ്. ഡി നിനക്ക് പറ്റിയ ആളല്ല അങ്ങേര്. ഞാൻ പറ്റിച്ചോളാം. ഡി നീ പറയുന്ന കേൾക്ക്. പുള്ളി നമ്മളെ പോലും അല്ല. നിനക്ക് ഒട്ടും പറ്റില്ല. പുള്ളിക്ക് പെൺപിള്ളേരോട് സംസാരിക്കാൻ അറിയില്ലാന്നല്ലേ? ഹാ അതൊന്നും കുഴപ്പമില്ല. ഏട്ടനൊന്ന് കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. ഡി പെണ്ണെ നീ ഇത് എന്ത് ഭാവിച്ചാ? ഉണ്ണിയാഴ്ചയുടെ കളികൾ കമ്പനി ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തുവാടി ഇത്? വൈറ്റ് വാഷോ? സൺസ്ക്രീൻ? ഇതെന്തിനാ ഇങ്ങനെ വാരിപ്പൊത്തുന്നേ? ഇന്ന് തൊട്ട് പോരാട്ടമാണ് ചേച്ചി. അതിനുള്ള തയ്യാറെടുപ്പാ. അപ്പു എന്നോടെല്ലാം പറഞ്ഞു. അപ്പോ അച്ചു ജാനു സമാധാന സന്ധ്യ എന്നാ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യൂല. പിന്നെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? അതൊക്കെ അതിന്റെ വഴിക്ക് പൊക്കോളും. അല്ല, എന്തുവാ നിന്റെ പ്ലാൻ? പുള്ളി ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം. വളയ്ക്കണം, കെട്ടണം. പിന്നെ ഗർഭിണിയായി, പ്രസവായി, ചോറൂടായി, കിടക്കയിലും മുള്ളുന്നത് നിർത്തിയായിരുന്നോ? പോയി മൂടുപോയി. ഏട്ടാ, എനിക്കൊന്ന് അങ്ങേരെ കാണണം. പോയി കണ്ടോ? എന്ത് പറഞ്ഞു പോവും? നീ എന്ത് പറഞ്ഞു പോയിട്ടും കാര്യമില്ല. സ്വന്തം അനിയത്തിയുടെ പ്രായമുള്ള വേറെ പെൺകുട്ടിയെയും അങ്ങേര് പെങ്ങളായ കാണൂ. അപ്പൊ ഏട്ടനോ? അത് ഞാൻ അവള് തമ്മില് 5 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. കള്ളൻ, പെരും കള്ളൻ. 1.5 വർഷമായിട്ട് ഞാൻ അത് കൊണ്ടു നടന്നില്ലേ? അതെങ്ങനെ നീ അറിഞ്ഞു? അത് അത് ഹേയ് നൻപാ, വാടാ മവനെ. എന്താണ് മുതലാളി കലിപ്പില്? എനിക്ക് അങ്ങനെ ഒന്ന് കാണണടി. അതിന് അങ്ങനെ എപ്പോഴാ പുറത്തു പോവാ, എവിടെയാ പോയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഒരു നോട്ടീസ് ഉണ്ട്. PG ഫൈനൽ ഇയേഴ്സ് അവരുടെ ടൂർ നാളെ മുതൽ 5 ദിവസത്തേക്കാ തീരുമാനിച്ചിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം. 30 പേരെങ്കിലും വേണമെങ്കിലേ ടൂർ പോകും. സോ എങ്ങനെ വേണം, എവിടെ വേണം, എത്ര ദിവസം വേണം എന്നൊക്കെ നിങ്ങൾ ചേർന്ന് തീരുമാനിച്ച് ഓഫീസിൽ അറിയിക്കാം. നിഷാന്ത് സാറിനായിരിക്കും ടൂറിന്റെ ചുമതല. ഡിഡി എന്താ സ്വപ്നത്തിൽ ഇതുപോലൊരു ടൂർ ഉണ്ടായിരുന്നു? എന്നിട്ട് അപ്പോഴാ ഞങ്ങൾ സെറ്റായേ. ഓഹോ, അപ്പൊ ഈ ടൂർ ഒരു നിമിത്തായിരിക്കും. ആ ആയിരിക്കും. എന്നെ മനസ്സ് പറയുന്നു എന്റെ. അപ്പൊ അടുത്ത ആഴ്ച നിന്റെ ആഴ്ചയാണ് മോളെ. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ കണ്ണതിരുവെല്ലാം കാണിച്ചാലുണ്ടല്ലോ. ശേ, എന്നിങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. നീ ഇത് എന്ത് ഭാവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോണില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്. കാത്തോളണേ. ഇങ്ങനെ നോക്കി വായി നോക്കിയാണെന്ന് പറയിപ്പിക്കല്ലേ. ഹേയ്, എന്താ രാവിലെ തന്നെ? ഇതെന്റെ അനിയത്തിയാ, ആർച്ച. ആ അന്ന് പറഞ്ഞിരുന്നു ഇന്ന് ടൂർഡേ അല്ലേ? ആ, പക്ഷെ ഇവള് പോണില്ല, സുഖല്ല. ഞാനും വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ നിർത്താന്ന് വെച്ചു. ആ അതിനെന്താ? ഇത്ര പെട്ടെന്നോ? എന്തായാലും ജാനുവും പോകുന്നില്ലല്ലോ, അവൾക്കൊരു കൂട്ടാകുമല്ലോ. ഞാനും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല. അതെ, അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. ആ ഏട്ടാ പോടൂ. വാ, അകത്തോട്ട് വാ. എടോ ദുഷ്ട, തനിക്ക് മാത്രം മതി ഒരു ജീവിതം, എനിക്കും വേണ്ടേ? അങ്ങേര് 2 ദിവസത്തിനുള്ളിൽ വരും. എന്നിട്ട് ക്ലാസ് തുടങ്ങുന്നവരെ നീ ഇവിടെ നിൽക്ക്. എന്നിട്ട് അങ്ങേരുടെ സ്വഭാവം ഒക്കെ കണ്ട് നിനക്ക് ഇഷ്ടായ ഞാൻ തന്നെ ഇത് സെറ്റാക്കി തരാം. ഉറപ്പാണോ? ആ വാ. അയ്യോ, ജാനുവിന്റെ കൂടെ ഞാനോ? നിങ്ങൾ മാത്രല്ല, വേറെ 2 കൂടെ വരാനുണ്ട്. അതാരി? സാറയും റോഷനും. അവര് ടൂർ പോയില്ലേ? ഇല്ല, നിങ്ങളില്ലാത്തോണ്ട് അവരും പോണില്ല. അപ്പൊ ജാനു എന്താ പോവാത്തെ? അവൾക്ക് പറ്റാണ്ടായി. ഓ ഭാഗ്യം, ഏട്ടൻ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തു. ഓ സോറി, കേറിച്ചല്ലേ. നിക്ക്, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അപ്പുവേട്ടന്റെ അടുത്ത് ഏം വഴി തനിയെ വഴി. ദേ അപ്പോട്ടാ, നീ ഒന്ന് ക്ഷമിക്കേ. ഒരാഴ്ചത്തെ കാര്യല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ ഇങ്ങനെ രണ്ടിനെയും മേയ്ക്കും. നീ ഒറ്റയ്ക്കല്ലല്ലോ, അവരും വരില്ലേ? അതാ എന്റെ പേടി. ഏയ്, നിങ്ങൾ എൻജോയ് ചെയ്യും, ഞാൻ ഇടയ്ക്ക് വരാം. കണ്ടറിയാം എന്താ ഉണ്ടാവാറ്. എന്നാ ഞാനങ്ങോട്ട്. വിട്ടോ. ഒന്നും കിട്ടിയില്ല. എന്താ ഏട്ടാ വേണ്ടത്? ഈ കുരിപ്പ്. ഞാൻ പോവാ. ഹലോ.
വന്നല്ലോ. അച്ഛ എവിടെ അപ്പോട്ടാ? അകത്തുണ്ട്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ബൈ. സാറമ്മ, ജാനുമാ. ജാനുവിനൊരു ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? വീട്ടിൽ വരുന്നവർക്ക് വല്ലതും കുടിക്കാൻ കൊടുക്കുന്ന ശീലമൊന്നും ഇല്ലേ? ഇവിടെ ആരും വരാറില്ല. അയ്യടി, അപ്പൊ എന്റെ ഏട്ടനോ? അത് ഗസ്റ്റ് അല്ലല്ലോ. എന്നാലും ഞങ്ങളോട് മറച്ചു വെച്ചത് ശരിയായില്ല. നീയും ഇവളും റിലേഷനിലല്ലേ? അതൊക്കെ വിട്. നിന്റെ ഏട്ടനെവിടെ? ഏട്ടനൊരു പഴയ ഫ്രണ്ടിനെ കാണാൻ പോയി. 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അല്ല, നിങ്ങളൊക്കെ ഇത് എന്ത് ഭാവിച്ചാ? ഏട്ടനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ? വയസ്സ് ഇവൾക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ സ്വഭാവം ആളൊരു ചൂടനാ. പെൺപിള്ളേരോട് സംസാരിക്കാനും അറിയില്ല, പെരുമാറാനും അറിയില്ല. അതും എനിക്കൊരു പ്രശ്നമേ അല്ല. കണ്ടറിയാം. നീ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഓളി ആവല്ലേ? ആന്ന്. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അനന്തേട്ടൻ വരട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പൊളിക്കണം. അത് അപ്പൊ പൊളിക്കാം. ഇപ്പൊ നമുക്ക് പൊളിക്കാം. എല്ലാരും അടിച്ചു കയറി വാ. അയ്യോ ഏട്ടൻ. സ്റ്റോപ്പ് ഇറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ കലക്കി. ഇതെന്താ ചന്തയോ? ജാനു, ഇവിടേക്ക് ഏതാ? എന്റെ ഫ്രണ്ട്സാ. ഞാൻ പോയ സമയം നോക്കി എല്ലാത്തിനും വിളിച്ചു വരുത്തി പാർട്ടിയാണോ? ഇത് എന്റെയും കൂടെ വീടാ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് വരുത്തും, ചിലപ്പോ പാർട്ടിയും കൊടുക്കും. ഏട്ടന് പറ്റില്ലെങ്കിൽ തിരിച്ചു വെക്കോ. ഇപ്പൊ വന്നത് ഞാൻ വിളിച്ചിട്ടൊന്നുമല്ലല്ലോ. ജനനി, ഇനി ഇവിടുന്ന് വല്ല ശബ്ദവും കേട്ടാ ആ പോയ കാട്ടുപോത്തിനെയാണോ നീ മരിക്കാൻ പോണേ? എനിക്കിവിടെ പറ്റില്ല. എനിക്ക് വീട്ടിലെ പോണം. ഇതുപോലുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വീട്ടിലെ പോണം. എനിക്ക് വീട്ടിൽ പോണം.